ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വീണ്ടും ക്രൈസ്തവ വേട്ട. വൈദികർക്ക് നേരെ, കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഛത്തീസ്ഗഡിന് പുറമെ ഇപ്പോൾ ഒഡീഷയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതിഷേധം രാജ്യത്ത് ഉടനീളം അരയടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അക്രമങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇവിടെ ഇടതുപക്ഷ എംപിമാർ ഇന്ന് പാർലമെന്റിൽ വിഷയമുയർത്തി, പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. അവർ ഇപ്പോൾ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണാൻ പോകാനുള്ള തീരുമാനത്തിലാണ്, നിവേദനം നൽകാനുള്ള തീരുമാനത്തിലാണ്. ഒപ്പം തന്നെ അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യൻ, സുരേഷ് ഗോപി ഇടപെടാത്തത്? വളരെ പ്രധാനപ്പെട്ട ചോദ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും മനു, അത് തന്നെയാണ്. കാരണം ഈ ഒരു ക്രൈസ്തവ വേട്ട അത് ഛത്തീസ്ഗഡിലൊരു സംഭവം ഉണ്ടായി 2 ആഴ്ചക്കുള്ളിലാണ് ഇപ്പോൾ ഈ ഒഡീഷയിലും സമാനമായ സംഭവം ആവർത്തിക്കുന്നത്. അവിടെയും ബജ്രംഗ് പ്രവർത്തകർ, സംഘപരിവാർ തന്നെയാണ് അവിടെയും പ്രതിപട്ടികയിൽ വരുന്നത്. ഇതിൽ ശക്തമായ നടപടി ഇതുവരെയും സ്വീകരിക്കാൻ ഒഡീഷയിലെ BJP സർക്കാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ഈ വൈദികർക്കും കന്യാസ്ത്രീമാർക്കുമെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനും സർക്കാർ തീരുമാനിക്കുന്നു. അത് തന്നെയാണ് ഈ ക്രൈസ്തവ വേട്ട എന്ന് ആദ്യം പറഞ്ഞത് തന്നെ. എന്തായാലും എല്ലാ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും സമാനമായ സംഭവമാണ്. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് പാർലമെന്റ് കവാടത്തിൽ ഇന്ന് ഇടതുപക്ഷ എംപിമാർ വലിയ പ്രതിഷേധം തീർത്തിരുന്നു. കൂടാതെ വലതുപക്ഷ എംപിമാരും വിജയ് ചൌക്കിൽ പ്രതിഷേധം തീർത്തിരുന്നു. അതുകൂടാതെ ഈ പാർലമെന്റിനകത്ത് ഈ ചട്ടം 267 പ്രകാരം സഭ നിർത്തിവെക്കുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും ഈ വിഷയം ഇനി കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഈ ക്രൈസ്തവ വേട്ട, മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ക്രൈസ്തവ വേട്ട BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഈ വേട്ട അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്ന ആവശ്യമാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും V ശിവദാസൻ എംപിയും A റഹീം എംപിയും ചൂണ്ടിക്കാട്ടിയത്.